അതായത് ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ നേക്ക് ബിസിനസ്സാണ്. ഞാനിപ്പം കടയിൽ പോയി 3 മുട്ട വാങ്ങിക്കും. ആ 3 മുട്ട ഞാൻ അടവെക്കും. അതിൽ ചിലപ്പോൾ ഒന്ന് ചീഞ്ഞു പോയിരിക്കാം, പക്ഷേ ബാക്കി 2 എണ്ണം വിരിയും, 2 കോഴി വരും. 2 കോഴി ഒരു മാസം എത്ര മുട്ടയിടും? 52 മുട്ടയിടും. അതെങ്ങനെ 2 കോഴി ഒരു മാസം 60 മുട്ടയിടില്ലേ? എടാ ഞായറാഴ്ച കോഴി മുട്ടയിടൂല, അന്ന് സൺഡേ ഹോളിഡേ. 52 മുട്ടയില് 52 മുട്ട ഇരിക്കട്ടെ, അത് 2 മുട്ട ചിലപ്പോ അങ്ങ് ചീഞ്ഞു പോയിരിക്കും. പക്ഷേ വീണ്ടും 50 മുട്ടയുണ്ട്. ആ 50 മുട്ട വിരിയും, കോഴികൾ വരും. ആ 50 കോഴി വീണ്ടും മുട്ടയിടും, ഞാൻ വീണ്ടും 50 500 500 1000 1000 1500. ഈ സമയത്ത് നമ്മൾ ആദ്യമല്ല കോഴിയില്ലേ 2 എണ്ണം, അത് ഇട്ടോണ്ടിരിക്കുന്ന കോഴിയില്, അതാണ് നമ്മളെ മൂലധനം. അപ്പൊ ഈ 1000 2000 കോഴിയാകുമ്പോൾ ഈ കോഴിയായിട്ട് പടല ഞാൻ അങ്ങ് വിൽക്കും. ഇതാണ് കുഴപ്പം. അളിയന്റെ കുഴപ്പം ഇതാണ്. ഇത്രയും ബിസിനസ് ഡെവലപ്പ് ആയി വരുമ്പോൾ അളിയത്തിനാ കോഴി വിൽക്കുന്നത്. എടാ വിധി, എടാ ഞാൻ ബിസിനസിന്റെ വേറൊരു ടെക്നിക്കിലേക്കാണ് പോകുന്നത്. ഞാൻ ഈ കോഴികളെല്ലാം വിറ്റിട്ട് ഒരു 500 ആട് വാങ്ങി. അപ്പോഴും ആ 2 എണ്ണം ഇട്ടോണ്ടിരിക്കും. നമ്മുടെ മൂലധനം. അപ്പൊ ഈ 500 ആട് പ്രസവിച്ച് പാലൊക്കെ കറന്ന് 500 1000 2000 ആകുമ്പോ നമ്മൾ ഒരുപാട് സ്ഥലമൊക്കെ വാങ്ങിച്ച് പണങ്ങളൊക്കെ ആയി, അക്കൗണ്ടിലൊക്കെ പൈസയൊക്കെ ആയി കേട്ടാ. ഈ 2000 ആടിന് അടപടല ഞാൻ അങ്ങ് വിൽക്കും. ഇതാണ് അളിയന്റെ കുഴപ്പം. അത് എന്ത് തുടങ്ങിയാലും ഉടനെ വിൽക്കുക, കള്ളു കുടിക്കാതെ വെച്ചിട്ടാ. അളിയ, നിനക്ക് ബുദ്ധിപരമായ ചിന്തയില്ല, ടെക്നിക്കില്ല. എന്റെ 3 മക്കളെ കെട്ടിക്കണം, എനിക്ക് സ്വത്തുക്കൾ വേണം. ഞാൻ ഈ 2000 ആടിനെ വിറ്റിട്ട് വാങ്ങാൻ പോകുന്നറിയാമോ? പശുക്കൾ. പശു 500 പശു ആക്കി ഞാൻ. അപ്പോഴും ആ 2 കോഴി ഇട്ടോണ്ടിരിക്കും. അതിടണമല്ലോ. അപ്പോ ഈ 500 പശു ദിവസം നമുക്കൊരു 500 ലിറ്റർ പാല് തരണമെന്ന് വെച്ചോ. 500 ലിറ്റർ പാല് ദിവസം തരണമെന്ന് വെച്ചോ. എടി 500 ലിറ്റർ പാല് ദിവസം തരുമ്പോ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് അറിഞ്ഞോടാ, എനക്ക് അറിയാമോ? നമുക്ക് നല്ലൊരു മാനേജറെ വെക്കണം. വേണം. നിന്റെ പരിചയത്തെ ആരും കൊണ്ടടി? മാനേജർ. മാനേജർ അയ്യാ അടി, അത് പറ്റൂലടിയാ. എന്നറിയാമോ, അത് ഗൾഫിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന അവിടെ പോയി ആരളിയാ വെയില് കൊള്ളുന്നു. ഈ കണക്ക് കാര്യം കൃത്യമായി നോക്കട്ടെ. ഞാനാണ് മാനേജർ. അല്ല അത് ശരിയാവും. ഞാനാണ് മാനേജർ. അല്ല അളിയും ശരിയാവത്തില്ല. അളിയും ഇപ്പൊ അങ്ങ് ഗൾഫിൽ പോകാൻ വേണ്ടി അറബിയൊക്കെ വിളിച്ച് ചോദിക്കുന്നു. അറബി ഞാൻ അങ്ങോട്ട് തിരിച്ചു വരുന്നില്ല എന്ന് അറബിയോട് പറഞ്ഞതാ. അതല്ലേ എന്നാൽ നിന്റെ എന്റെ അനിയ മതി. പെങ്ങള് ഞാനല്ലേ ഗൾഫിൽ പോണോ അതോ പോയാ നിന്നെ ഞാൻ മടൽ വെട്ടി അടിക്കും. അളിയ പെൺബുദ്ധി നീ കേൾക്കരുത്. ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. അളിയ ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചേക്കാണ്. അളിയ ഗൾഫിൽ പോ, ഞാൻ പിന്നെ അറിയിക്കാം. ഇത്രയും വലിയ ബിസിനസ് വരുമ്പോൾ എന്തിനളിയ ടിക്കറ്റ് കള കളടാ